ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുതിയൊരു കമ്പൗണ്ടിനെ കുറിച്ച് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കമ്പൗണ്ടുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നൽകുകയാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നോട്ടിഫയറിൻ്റെ കുറച്ച് ഫങ്ഷൻസ്, അതിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത് അത്യാവശ്യമായത് മാത്രമേ ഞാൻ പഠിപ്പിക്കണുള്ളൂ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റെഫർ ചെയ്തിട്ട് എന്താണ് അതിൻ്റെ യൂസേജ് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാം പഠിപ്പിച്ചാൽ ഒരുപാട് ടൈം എടുക്കും. കാരണം ഒരുപാട് ബ്ലോക്സുകൾ എല്ലാ കമ്പൗണ്ട്സിലും കാണും. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വരുന്ന ബ്ലോക്കുകൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം. കണക്ടിവിറ്റി നോക്കിയാണ് ആക്ടിവിറ്റി സ്റ്റാർട്ടർ. ഓക്കെ, കണക്ടിവിറ്റിയിൽ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ ആക്ടിവിറ്റി സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ കമ്പൗണ്ടാണ്. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു ആപ്പിൽ നിന്ന് നമ്മൾ ഒരുപാട് ആപ്പിൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ അതിലുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പുറത്ത് പോകുന്നത്, പുറത്തുള്ള ഈ ക്രോമൊക്കെ ലിങ്കിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ യൂട്യൂബിൻ്റെ വീഡിയോക്കൊക്കെ നമുക്ക് പുറത്ത് പോകുന്നത് കാണാം. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, പുറത്തുള്ള ആക്ഷനുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പൗണ്ടാണ് ആക്ടിവിറ്റി സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ ആ കമ്പോണൻറ്റ്. നമുക്കത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ലിങ്കുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്ത് ക്രോമിലോ അല്ലെങ്കിൽ ഫോണിലുള്ള ഏത് ബ്രൗസറിലോ എന്ത് ചെയ്യാം, കോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന എന്താണ് ഒരുപാട് യൂസേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതിന് ജസ്റ്റ് എങ്ങനെയാണ് ഒരു URL ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ലിങ്കാണോ, അല്ലെങ്കിൽ എന്തായാലും ലിങ്കാണെങ്കിൽ എന്ത് ചെയ്യും, അത് കോൾ ചെയ്യുന്നത് ഒരു ബ്രൗസറിനായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ കുറച്ച് ബ്ലോക്ക് യൂസ് ചെയ്യണം. ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ക്ലിയർ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഞാൻ ആ കമ്പോണൻറ്റ് ഡ്രാഗ് ചെയ്തിടണം. ഓക്കെ, ഇതൊന്ന് ആക്ടിവിറ്റി സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ കമ്പോണൻറ്റ് ഡ്രാഗ് ചെയ്യണം. അപ്പോൾ ഇതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ പ്രോപ്പർട്ടി വഴിയാണ് എന്ത് ചെയ്യുക, നമ്മൾ ആക്ഷൻ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബട്ടൺ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് പുറത്തൊരു ലിങ്ക് പോകണം. എന്ത് ലിങ്കായാലും വേണ്ടില്ല, പുറത്തൊരു ലിങ്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ബ്ലോക്കാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഈ ആക്ടിവിറ്റി സ്റ്റാർട്ടറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ഒരു പച്ച ബട്ടൺ നമുക്ക് കാണാൻ പറ്റും, ആക്ടിവിറ്റി സ്റ്റാർട്ടർ ഡോട്ട് ആക്ഷൻ പറഞ്ഞാൽ. ഈ ആക്ഷൻ എന്താക്കി മാറ്റി നമുക്ക് ഈ വാല്യൂസൊക്കെ ഇവിടെ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാം, ആക്ഷൻ എന്നുള്ളത്. അപ്പോൾ ഞാൻ ബ്ലോക്ക് വഴി ഒന്ന് ആഡ് ചെയ്യാണ്. ഓക്കെ, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി ആക്ഷൻ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് പറഞ്ഞാൽ, ആൻഡ്രോയിഡുകൾ ഒരുപാട് ഇൻറ്റൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഇൻറ്റൻറ്റ് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാം. കണ്ടോ, ആൻഡ്രോയിഡിൻ്റെ ഇൻറ്റൻറ്റുകളാണിത്. ഇതൊക്കെ ഒരു ഇൻറ്റൻറ്റാണ്. ആക്ഷൻ വ്യൂ, ആക്ഷൻ ഡയൽ, ഇതൊക്കെ ആൻഡ്രോയിഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ഷൻ വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ലിങ്കൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മെയിൽ അയക്കാനുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻറ്റൻറ്റാണ് ആക്ഷൻ വ്യൂ എന്നുള്ളത്. ഓക്കെ, ഒരുപാട് ഇൻറ്റൻറ്റുകൾ അതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻറ്റൻറ്റുകളാണ്. മെയിൻ, വ്യൂ, എഡിറ്റ്, പിക്ക്, ചൂസർ, ഡയൽ, കോള്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റി സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഓരോന്നിനും ഓരോ ഫങ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലിങ്കിൻ്റെ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ആക്ഷൻ എന്തൊക്കെയാണ്, ഇതിൻ്റെ കൺസ്റ്റൻറ്റ് പോയി കഴിഞ്ഞാൽ കാണാം. ഇതിമൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കാണാം, ഇവിടെ കൺസ്റ്റൻറ്റ് വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ കൺസ്റ്റൻറ്റ് വാല്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആക്ഷനായിട്ട് കൊടുക്കേണ്ടത്. ഓരോന്നിനും ആക്ഷൻ വ്യൂക്ക് ഒരു കൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, പിന്നെ വേറെ എന്തെങ്കിലും ആക്ഷൻ എഡിറ്റിന് വേറെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആക്ഷൻ വ്യൂ ആണ് വേണ്ടത്. അപ്പോൾ അതിന് കോപ്പി ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യാം. ഓക്കെ, ആക്ഷൻ വ്യൂ, അതാണ് നമ്മളെ ആക്ഷൻ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ലിങ്കാണ് കോൾ ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ തന്നെ ഒരു ബ്ലോക്ക് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആക്ഷൻ എന്നുള്ള ഡാറ്റ URI എന്ന് കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയാ, നമുക്ക് ഏത് ലിങ്കാണോ പോകേണ്ടത് ആ ലിങ്ക് അവിടെ കൊണ്ടുവരും. ഓക്കെ, ഞാനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം, ഈ ചാനൽ, ഈ ഒരു സൈറ്റ് phone.google അല്ലെങ്കിൽ Kodular കമ്മ്യൂണിറ്റി എന്നുള്ള ഇതിൻ്റെ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യണം. ഓക്കെ, ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ലിങ്കൊക്കെ പോകണം ഏത് ഡിവൈസിൻ്റെ ബ്രൗസറിൽ. അപ്പോൾ ആ കൊടുക്കേണ്ട ലിങ്ക് എന്ത് ചെയ്യുക, ഡാറ്റ URI എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം, അതിനുശേഷം നമുക്ക് ഒരു സ്റ്റാർട്ട് ആക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, നമ്മൾ വാല്യൂസ് സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ബ്ലോക്ക് യൂസ് ചെയ്യുക. അപ്പോൾ അതെന്താ സംഭവിക്കുക ഞാൻ പറഞ്ഞുതരാം. ഞാൻ റിഫ്രഷ് ചെയ്യട്ടെ, റിഫ്രഷ് കമ്പനി. ഓക്കെ, എനിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ,
കണ്ടോ, വേറെ ക്രോമത്തെ നമ്മളെ ഡിവൈസിലുള്ള ക്രോമത്തെ എന്ത് ചെയ്തു, ആ ലിങ്ക് എന്ത് കോൾ ചെയ്തിട്ടുണ്ട്. അതാണ് ആക്ഷൻ വ്യൂവിൻ്റെ. ഇനി നമുക്ക് യൂട്യൂബാണെങ്കിൽ ആ ലിങ്ക് അവിടെ എന്ത് ഏത് ലിങ്ക് കൊടുത്താലും മതി, ഒരു ലിങ്ക് ആയാൽ മതി എന്ത് ആക്ഷൻ വ്യൂക്ക്. ഓക്കെ, അതാണ് ആക്ഷൻ വ്യൂവിൻ്റെ ഒരു ഫങ്ഷൻ ഉള്ളത്. ഓക്കെ, ഞാൻ ബാക്ക് ബട്ടൺ നിർത്താം. ഓക്കെ, അപ്പം ഇതാണ് ആക്ഷൻ വ്യൂവിൻ്റെ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഒരുപാട് ആക്ഷൻ വ്യൂ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് ഫങ്ഷൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം പറയുന്നില്ല. അപ്പം ഇത് മിക്കവാറും നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ നമുക്ക് ആപ്പിൽ നമുക്ക് റേറ്റ് ഈ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൻ്റെ ലിങ്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക അവിടെ കൊടുക്കാൻ പറ്റും. കാരണം അതൊരു ലിങ്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് പ്ലേ സ്റ്റോറിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് ഓക്കെ, നിങ്ങൾ കൊടുക്കുന്നത് ഇഷ്ടമാണ് ലിങ്ക് എന്തായാലും കൊടുക്കാം. സോറി, ലിങ്ക് ആവണം ഇവിടെ കൊടുക്കുമ്പോൾ, കാരണം ഡാറ്റ UI ആണ്. ഇനി ഈ ആക്ടിവിറ്റി സ്റ്റാർട്ടർ യൂസ് ചെയ്തിട്ടുള്ള വേറൊരു ഫംഗ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇമേജ്, ഒരു നമ്മളെ ഫോണത്തെ ഡിവൈസിലുള്ള ഒരു ഇമേജ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആപ്പിൽ കാണിക്കണം. അപ്പോൾ അതിനെന്ത് ചെയ്യും, നമ്മൾ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ടർ യൂസ് ചെയ്യും. അതെങ്ങനെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്ത് ചെയ്യും, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ഡിവൈസത്തെ പിക്കുകൾ കാണിക്കണം. എന്നിട്ട് ഏതെങ്കിലും പിക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിട്ടാണ്. ഓക്കെ, ഞാൻ അറേഞ്ച്മെൻറ്റ് ഡ്രാഗ് ചെയ്തിട്ടു. ഇനി എന്നിട്ട് ഈ സബ്മിറ്റ് അപ്ലോഡ് എന്ന് കൊടുക്കാം ഇവിടെ. ഓക്കെ, ഞാനൊരു ഇമേജ് എന്തായാലും വേണ്ടില്ല. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇമേജ് അപ്ലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ അറേഞ്ച്മെൻറ്റ് ഞാൻ ഇവിടെ ഡ്രാഗ് ചെയ്ത് വെച്ച ഈ അറേഞ്ച്മെൻറ്റിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ് എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്യാം, നമുക്ക് ആക്ടിവിറ്റി സ്റ്റാർട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഞാനതൊന്ന് മാറ്റിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആക്ഷൻ, ഇത് ആക്ഷൻ വേറെയാണ്. കാരണം നമുക്ക് വ്യൂ കാണിക്കല്ല വേണ്ടത്, നമുക്ക് കണ്ടന്റ് കിട്ടണം. അപ്പോൾ അതിന് എന്ത് ചെയ്യാം, ഇപ്പോൾ അതിൽ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ്, ഇമേജ് ആയാലും വീഡിയോ ആയാലും അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആക്ഷനാണ് ആക്ഷൻ പിക്ക് എന്നുള്ളത്. ആക്ഷൻ ഗെറ്റ് കണ്ടന്റും യൂസ് ചെയ്യുക, പക്ഷെ പിക്കാണ് മെയിനായിട്ട് നമ്മൾ എന്താ പറയുക, പൊതുവായിട്ട് യൂസ് ചെയ്യുന്ന ആക്ഷൻ. അപ്പോൾ ഇതിന് ക്ലിക്ക് ചെയ്യുക, നമുക്ക് അതിൻ്റെ എന്ത് കിട്ടണം, കൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടണം. ഓക്കെ, ഇതാണ് അതിൻ്റെ കൺസ്റ്റൻറ്റ് വാല്യൂ, ആക്ഷൻ ഡോട്ട് പിക്ക് എന്നുള്ളത്. അപ്പോൾ അതൊന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, കോപ്പി ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് ജസ്റ്റ് മാറ്റുകയാണ്. ഓക്കെ, പിക്ക് എന്നാക്കി. ഇനി എന്ത് ടൈപ്പ്, ഇനി നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്, ഇവിടെ ഡാറ്റ UI വേണ്ട ആവശ്യമില്ല. പിക്ക് ചെയ്യുന്ന സമയത്ത് പകരം എന്ത് കൊടുക്കണം, നമുക്ക് ഏത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സെലക്ട് ചെയ്യണം അവിടെ മാറ്റണം. ഓക്കെ, ഞാനിവിടെ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ 2 പാരാമീറ്റേഴ്സ് കൊടുത്താൽ മതി. പക്ഷേ ഇത് നമുക്കൊരു ഇമേജോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഡാറ്റ ടൈപ്പ് ഏത് ഫയൽ, ഇമേജ് ആണെങ്കിൽ ഇമേജ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ എന്ന് കൊടുക്കുക. എങ്ങനെ കൊടുക്കേണ്ടത് ഞാൻ പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ബാർ കൊടുക്കുക. ഈ ബാർ കൊടുത്തതിൻ്റെ ശേഷം ഏത് വീഡിയോന് ഒരുപാട് ഫോർമാറ്റ് വരുന്നുണ്ട്. MP4 ഉണ്ട്, പിന്നെ AV, അങ്ങനെ ഒരുപാട് ഫോർമാറ്റ് വരുന്നുണ്ടെങ്കിൽ MP4 ആണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിവൈസിൽ വരുന്ന MP4 വീഡിയോസ് മാത്രം എന്ത് ചെയ്യും, അവിടെ കാണിക്കും. ഇനി നമുക്ക് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇമേജ് എന്ന് കൊടുക്കുക, എന്നിട്ട് ബാർ കൊടുക്കുക. ഇനി PNG ആണ്, PNG എന്ന് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, PNG അല്ല, എല്ലാ സൈസ് എല്ലാ ഫോർമാറ്റിലുള്ള ഇമേജുകൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാറിൻ്റെ ശേഷം ഒരു സ്റ്റാർ കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള എല്ലാ ഇമേജും കാണിക്കും. ഓക്കെ, ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ടൈപ്പ് കൊടുത്തു. ഇനി ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ടർ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്ത് എന്ത് ചെയ്യും, നമുക്ക് പിക്കാവും. അപ്പോൾ പിക്കായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഇമേജ് എന്ത് ചെയ്യണം, നമ്മൾ കൊടുത്ത അറേഞ്ച്മെൻറ്റിൽ കാണിക്കണം. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഞാൻ ഈ ആക്ടിവിറ്റി സ്റ്റാർട്ടറിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഒരു ബ്ലോക്ക് കാണാൻ പറ്റും, ആഫ്റ്റർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ബ്ലോക്ക്. കാരണം നമ്മൾ ആ ആക്ടിവിറ്റി പിക്ക് ചെയ്ത ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം അതൊരു റിസൾട്ട് എന്ത് ചെയ്യും, അത് കൊടുക്കും. ആ റിസൾട്ട് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അതിൻ്റെ പാത്ത് നമ്മൾ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ പാത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്, ആഫ്റ്റർ ആക്ടിവിറ്റി. അപ്പോൾ ഇതൊന്ന് ക്ലിക്ക് ചെയ്യും, ഇതൊന്ന് ട്രാക്ക് ചെയ്തിടാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിൽ നിന്ന് ഒരു പാത്ത് കിട്ടും. ഈ റിസൾട്ട് ഞാനൊരു ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് മാറ്റും, ഇതിലൊരു കണ്ടോ, ഇവിടെ ഒരു റിസൾട്ട് URI എന്നുള്ളൊരു ബ്ലോക്ക്, ഏറ്റവും അവസാനത്തെ ബ്ലോക്കാണത്. ഇതിന് മുന്നുള്ള റിസൾട്ട് URI എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് കാണാൻ പറ്റും. ഇതെന്താ റിട്ടേൺ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഇമേജിൻ്റെ പാത്ത് എങ്ങനെ വരുമല്ലോ,
ഒരു URI മോഡൽ, ഒരു പാത്തായിട്ട് നമുക്ക് കിട്ടില്ല. URI മോഡലിൽ കിട്ടുക. അത് നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? പാത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? പാത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. ലേബൽ 1 ടെക്സ്റ്റ് നോക്കാം. എന്നിട്ട് ഈ ആക്ടിവിറ്റി സ്റ്റാർട്ടർ URI എന്നുള്ള. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഇമേജ് സെലക്ട് ചെയ്യണം. സെലക്ട് ആയതിനു ശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ URI ആ ലേബലിൽ പ്രിൻറ്റ് ചെയ്യണം. സോറി, ഇവിടെ ടെക്സ്റ്റ് മാറ്റിയിട്ടില്ല. ഓക്കെ, ഞാൻ റീഫ്രഷ് ചെയ്യണം. ഓക്കെ, അപ്ലോഡ് ചെയ്യും. കണ്ടോ എന്ത് ചെയ്തു? നമ്മളെ ഡിവൈസിലുള്ള ഏതൊക്കെ ഇമേജ് ഉണ്ട്, ഞാൻ ഇമേജാണല്ലോ കൊടുത്തത്, അതുകൊണ്ട് എന്ത് ചെയ്തു? ഇമേജ് മാത്രം തുറന്നു തന്നിട്ട് ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യണം. ഓക്കെ, ഞാൻ ഇമേജ് സെലക്ട് ചെയ്തു. ഇവിടെ ആഫ്റ്റർ ആക്ടിവിറ്റിക്ക് ശേഷം എന്ത് ചെയ്തു? ആ ലേബൽ 1 എന്ത് ചെയ്തു? അതിൻ്റെ URI ആണത്. ഇത് ഒരു പാത്തല്ല. അത് നമുക്ക് എന്ത് ചെയ്യണം? പാത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. എന്നാലേ നമുക്ക് ഇമേജ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് പാത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കമ്പോണൻറ്റ്, ഒരു എക്സ്റ്റൻഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതിൽ ഫയൽ ടൂൾസ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. നമുക്ക് ടൈഫോണിൻ്റെ എക്സ്റ്റൻഷനൊക്കെ ഉണ്ട്, വേറെ ഫയൽ എന്ന് പറഞ്ഞാൽ അതും യൂസ് ചെയ്യാം. പിന്നെ ഫയൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ വേറെ എക്സ്റ്റൻഷൻ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ കിട്ടും. ഓക്കെ, ഫയൽ ടൂൾസ് എന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റൻഷനാണ് സം ടൂൾസ് വർക്ക് വിത്ത് ഫയൽ. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫയൽ ഇവിടെ ഡൗൺലോഡ് ഓപ്ഷനൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ഒരുപാട് ബ്ലോക്കുകളുണ്ട്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എക്സ്റ്റൻഷൻ. ഞാനിത് ഓൾറെഡി ഇതിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് എക്സ്റ്റൻഷൻ ഇമ്പോർട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇമ്പോർട്ട് ചെയ്യേണ്ട ഫയൽ ടൂൾസ്, അതിൽ ഒരുപാട് ബ്ലോക്ക് നമുക്ക് ഫയലായിട്ട് കളിക്കാൻ പറ്റണം. അല്ലെങ്കിൽ അത് ഫയലായിട്ട് നമുക്കിപ്പോൾ നമ്മളെ ഫോണിലുള്ള ഫയലുകൾ ലിസ്റ്റായിട്ട് കിട്ടാൻ പറ്റും, അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ, മൂവ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഈ എക്സ്റ്റൻഷൻ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇപ്പോൾ ആവശ്യം? അതിൻ്റെ URI കിട്ടണം, അതിൻ്റെ പാത്ത് കിട്ടണം. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ബ്ലോക്കാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഫയൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്ലോക്ക് കാണാൻ പറ്റും. പാത്ത് ഫ്രം URI എന്നുള്ള ഈ ബ്ലോക്കാണ് എന്ത് ചെയ്യുക? ഒരു കണ്ടൻറ്റ് URI പാത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്ലോക്കാണ് ഈ പാത്ത് ഫ്രം URI എന്നുള്ള. ഈ ബ്ലോക്ക് നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് ഈ കണ്ടൻറ്റ് URI എന്താണ്? ഈ റിസൾട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ആ URI എന്താക്കി കൺവേർട്ട് ചെയ്യും? പാത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ലേബലിൽ കാണിക്കും. ഞാനൊന്ന് മാറ്റം നമുക്ക് മനസ്സിലാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ആ ഇമേജ് കാണിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വെർട്ടിക്കൽ അറേഞ്ച്മെൻറ്റ് ഇതിൻ്റെ ഇമേജ് കൊടുക്കുക. എന്നിട്ട് ഇമേജ് എന്താക്കുക? ഈ പാത്തിന് കൊടുക്കുക. ഓക്കെ, ഇമേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു പാത്താണല്ലോ, ഒരു ഏത് ഇമേജ് അല്ലെ വീഡിയോ എന്താക്കുക വേണ്ടത്? ഒരു പാത്തായിട്ടാണ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം? അത് ഇമേജായിട്ട് കാണിക്കണമാണ്. അപ്പോൾ ഞാൻ റിഫ്രഷ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്ലോഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, കണ്ടോ? ഞാൻ ആ കാണിച്ചിരിക്കുന്ന ഇമേജ് ഇവിടെ കാണിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എന്താണ് ആ പാത്ത്, എവിടെയാണ് നമ്മൾ ആ ഇമേജ് കിടക്കുന്നത്, നമ്മളെ ഫോണിൽ കിടക്കുന്നത്, അതിൻ്റെ പാത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുക? ഒരു ആക്ടിവിറ്റി സ്റ്റാർട്ടറിൻ്റെ അതിൻ്റെ ഒരു യൂസേജാണ്. നമുക്ക് എന്ത് ചെയ്യുക? ഫയലുകൾ, എന്ത് ഫയലാണ്? ഇപ്പോൾ ഇമേജ് ആയതുകൊണ്ടാണ് ഇമേജ്. ഇനിയിപ്പോൾ വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഫയൽ ടൂൾസിന് ഒരുപാട് എന്തുണ്ട്, ഒരുപാട് ഫങ്ഷൻസ് ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. കാരണം ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബ്ലോക്കുകൾ അടങ്ങിയ ഒരു എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഇതിനായിട്ട് സെപ്പറേറ്റ് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ ബ്ലോക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആക്ടിവിറ്റി സ്റ്റാർട്ടറിൻ്റെ പ്രധാന ഉപയോഗങ്ങളാണ്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിലും കൂടുതൽ ഉപയോഗങ്ങളുണ്ട്. കാരണം ഞാനിവിടെ 2 ആക്ഷനെ കൊടുത്തിട്ടുള്ളൂ, ആക്ഷൻ വ്യൂവും ആക്ഷൻ പിക്കും. പക്ഷെ അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം നമ്മളൊരു ആപ്പിൽ. വേറെ നമുക്ക് ആക്ഷനായിട്ട് വരുന്നില്ല. കണ്ടോ, ഇതൊക്കെ പേസ്റ്റ് എന്നുള്ള ആക്ഷൻ ഉണ്ട്, പിക്ക് നമ്മൾ യൂസ് ചെയ്തപ്പം പിന്നെ ഇതൊക്കെ ഓരോ ആക്ഷനാണ്, പവർ ഡിസ്കണക്റ്റഡ് എന്നുള്ള. പക്ഷെ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യും? ഒരു ആപ്പിൽ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, റിബൂട്ട് ചെയ്യാൻ വരെ നമ്മളെ ഫോൺ റിബൂട്ട് ചെയ്യാൻ വരെ എന്ത് പറ്റും? നമ്മളെ ആ ആക്ടിവിറ്റി സ്റ്റാർട്ടറിൽ ഇതിൽ കൊടുക്കുന്ന എല്ലാ വാല്യൂസും എന്ത് ചെയ്യാം? നമുക്ക് സ്റ്റാർട്ടറിൽ യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് അധികം കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ടൈഫോൺ സ്നിപ്പെറ്റ്സ് സെർച്ച് ചെയ്യാം ഗൂഗിളിൽ. അപ്പോൾ ഒരു ഏറ്റവും ഫസ്റ്റ് ലിങ്ക് കാണാൻ പറ്റും. ഇതിൽ പോയി കഴിഞ്ഞാൽ ആക്ടിവിറ്റി സ്റ്റാർട്ടർ വെച്ചിട്ടുള്ള ഒരുപാട് കണ്ടോ
ഇത് ഓരോ ഹെഡിങ് ആണ്. അപ്പോൾ ആക്ടിവിറ്റി സ്റ്റാർട്ടർ വെച്ചിട്ടുള്ള എന്ത് ചെയ്യും ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും യൂസേജ് ഇതിൽ പറയുന്നുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്ത് ഒരു ഗൂഗിൾ പ്ലേയിലുള്ള ആപ്പിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാൻ ആക്ഷൻ വ്യൂ വെച്ചിട്ട് ഡാറ്റ URI സെറ്റ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോണ്ടാക്ട് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ പറ്റും. അതിന് യൂസ് ചെയ്യുന്ന ബ്ലോക്കുകളാണ്. ഓക്കെ, ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോ വ്യൂവിൻ്റെ ഓരോ ഫങ്ഷൻസാണ് മെയിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇതൊക്കെ എല്ലാം പറയാൻ തന്നാൽ ടൈം ഒരുപാടാവും. കാരണം ഇതിന് അൺലിമിറ്റഡ് യൂസേജ് ഉണ്ട് ഈ ആക്ടിവിറ്റി സ്റ്റാർട്ടറിന്. അപ്പോൾ ഓരോ യൂസേജ് അനുസരിച്ച് എന്ത് ചെയ്യാൽ മതി, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം ഏതെങ്കിലും ഈ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കണ്ടോ അതിൻ്റെ ഒരുപാട് യൂസേജുകൾ വരുന്നുണ്ട്. ഇവിടെ വരുള്ളൂ. മെയിനായിട്ട് വ്യൂവിൻ്റെതും ഇൻസേർട്ട് ഉണ്ട്. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ വേറൊരു ആക്ഷനാണ്. വ്യൂ ഇൻസേർട്ടിന് ഈ 2 ഫംഗ്ഷനാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഈ വീഡിയോ. ആക്ടിവിറ്റി സ്റ്റാർട്ടറിൻ്റെ മെയിൻ യൂസേജ് 2 ഓക്കെ, അപ്പോൾ ഒരുപാട് യൂസേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യുക റിസർച്ച് ചെയ്യാം.